വേറെ ഒന്നുമല്ല, തംബ്ലൈനിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ എ ഡേ അറ്റ് KDR. സോ ബേസിക്കലി അവിടെ ഒരു ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ തലേ ദിവസം രാത്രി ഞാനും എൻ്റെ കസിനും കൂടി അവിടെ പോയി. സോ അവിടെ എല്ലാ കസിൻസും വരേണ്ടതാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാനവിടെ ഫുഡ് കഴിക്കായിരുന്നു. അവിടെ പൂരിയും മസാലയും ആയിരുന്നു. എനിക്ക് തീരെ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ തൈര് സാദം കഴിക്കുകയാണ്. അപ്പോൾ ഐസ്ക്രീം കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ പുറത്ത് നിന്ന് വാങ്ങിച്ചൊരു പറാത്ത ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് ഈ തൈര് സാധനം തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. ശീലമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ചെറിയമ്മയാണ്. ഇത് എൻ്റെ അമ്മയുടെ വീടാണ് ബേസിക്കലി. അനുമാമൻ വന്നു, പിള്ളേർ ഇവർ ഡാൻസ് കളിക്കുന്നുണ്ട് ഈ ഉത്സവത്തിന്. അങ്ങനെ എല്ലാവരും ഏകദേശം റെഡിയായി. രാധേമവൻ കട അടച്ചിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സന്തോഷത്തിൽ സംസാരിക്കുകയാണ് എല്ലാവരുടെ അടുത്തും. അങ്ങനെ ഉഷ ചേച്ചി വന്നു, നമ്മളെല്ലാവരും ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. ഒരു ഉത്സവ വൈബ് തന്നെയാണ്. അപ്പോൾ ഈ പിള്ളേരെ കൊണ്ട് അമ്പലത്തിൽ പോവാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കസിൻസിനെ കണ്ടു എഗെയിൻ. അപ്പോൾ എല്ലാവരോടും ഹായ് പറഞ്ഞ് സംസാരിക്കുകയാണ്. ഇവരെ അമ്പലത്തിൽ തൊഴിച്ചിട്ട് പോയി പരിപാടിക്ക് വിടാമെന്നായിരുന്നു. രണ്ടുപേരും ഭയങ്കര വാലാണ്, അതുകൊണ്ട് നിർത്തിയെടുത്ത് നിൽക്കില്ല. പക്ഷേ ഡാൻസ് നല്ല അടിപൊളിയായി കളിച്ചു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ആൻഡ് ചെസ് നമ്പർ 2 ലക്ഷ്മി, അവളുടെയും ഡാൻസ് ഉണ്ട്. അപ്പോൾ അവളുടെ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് റെഡിയായിട്ട് തറവാട്ടിലേക്ക് വന്നാണ്. അവിടെ ഒരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കോംപ്ലിമെൻറ്റ്സ് ആയിരുന്നു അവരുടെ മേക്കപ്പിന്. അതെ, എല്ലാവരും അവളുടെ ആ ഒരു ഓവറോൾ ലുക്ക് കണ്ടിട്ട് അതിശയിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ എഗെയിൻ ഒരു ഫോട്ടോ സെഷൻ, നല്ല രസമായിരുന്നു ഫോട്ടോസ്. അനുമാമനായിരുന്നു മെയിൻ ഫോട്ടോഗ്രാഫി. ആൻഡ് ഇറ്റ് ഓൾ കെയിം ഔട്ട് റിയലി ഗുഡ്. യെസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം, ടു ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് പ്രിപ്പയർഡ്. അങ്ങനെ ഇവിടെ കുറച്ച് കസിൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം റെഡിയായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഞങ്ങളവിടെ എത്തി. ഇവളപ്പോൾ സ്റ്റേജിൽ റെഡിയായി പ്രിപ്പയർ ആയിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും സ്റ്റേജിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. നല്ല ഗംഭീരമായിട്ട് കളിച്ചു. സത്യം പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ. പെർഫെക്ഷൻ ആണെങ്കിലും ഭയങ്കര ഒരു പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു ഡാൻസിൽ. അപ്പം എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യാണ്. ഷീ വാസ് സോ ഹാപ്പി. നല്ല രസമായിരുന്നു. എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുമായിരുന്നു സ്റ്റേജിൽ ഇറങ്ങിയതിന്. പിന്നെ അവിടെ വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ചില്ലിയിൽ ഇരിക്കുകയായിരുന്നു. ഡാൻസിങ്, പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അവളവിടെ ചുറ്റുമായിരുന്നു ചില്ല് ചെയ്തു. അപ്പോഴത്തേക്ക് ഇതേ അമ്മമാരൊക്കെ പോവാറായി. അവർ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ ഈ ട്രോഫി കൊടുത്തത് ഞങ്ങളുടെ അങ്കിൾ തന്നെയാണ്. ഞങ്ങളെല്ലാവരും അങ്ങനെ തിരിച്ചു പോയി. ഫുൾ പരിപാടി കഴിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ തിരിച്ചത്. ദിവ്യമായി, ശ്രീ ചേച്ചി, കമോൺ. അവരൊന്നും അങ്ങനെ വെളിച്ചത്തിൽ കാണുന്നില്ല. സോ ദേ ആർ ദ OG co-sisters basically. They will be always together. ആൻഡ് അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. ഞങ്ങളെല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. എസ്പെഷ്യലി സമ്മറിലുള്ള ഈ പരിപാടികളൊക്കെ ഊഹിക്കാലോ. അപ്പോൾ അവിടെ ഇങ്ങനെ കത്തിയടിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും കൂടെ. സ്നാക്സൊക്കെ കഴിച്ച് ശരി അപ്പോഴത്തേക്ക് ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പിന്നെയും വിശന്നു. അപ്പോൾ എല്ലാവരും കഴിക്കുന്നു, സംസാരിക്കുന്നു, ആകെ ബഹളം. ഇവിടെ ഒരാൾ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഈ ഡാൻസൊക്കെ കളിച്ച ആളുകളെ കണ്ണ് വെക്കണ്ടെന്ന് കരുതി അമ്മൂമ്മ അവിടെ ഈ ചുറ്റിയിടൽ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവളെ ചുറ്റിയിട്ടു. എല്ലാവരും അത് ക്യാപ്ചർ, സ്നാപ്പ് ഒക്കെ ആയിരുന്നു. അതെ, ഇവിടെ ഒരാൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എസ്പെഷ്യലി കൊടുവായൂരിൽ കന്യാരി കളി നടക്കുന്ന സമയത്താണ് ഞങ്ങളെല്ലാവരും ഇതുപോലെ കൂടാറുള്ളത്. ഇനിയും ഒരുപാട് പേരുണ്ട്. അത് അടുത്ത ദിവസം കുംഭാഭിഷേകം ദിവസം വരാനിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മ, വേറെ മേമമാരൊക്കെ. These are the moments we really cherish forever. We also missing few of our cousins too. നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു.